Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 27th lecture on Environmental Studies. This lecture is based on Social Issues and Environment, which is the fourth module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about the topic water conservation, and in this lecture, we are going to continue with the same topic, that is water conservation. വാട്ടർ കൺസർവേഷനുള്ള സെക്കൻഡ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ വാട്ടർ യൂട്ടിലൈസേഷൻ. സസ്റ്റൈനബിൾ വാട്ടർ യൂട്ടിലൈസേഷൻ necessitates such a consumption which fulfills the minimum essential needs as well as its considerable preservation for future generations. അതായത് സസ്റ്റൈനബിൾ വാട്ടർ യൂട്ടിലൈസേഷൻ നെസസിറ്റേറ്റ് ചെയ്യുന്നത് മിനിമം എസെൻഷ്യൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതും ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടി കൺസിഡറബിൾ പ്രിസർവേഷൻ ഉള്ളതുമായ വാട്ടറിൻ്റെ കൺസംഷനെയാണ്. ദ മെഷേഴ്സ് ടു ബി അഡോപ്റ്റഡ് ഫോർ ഡൂയിങ് സോ ആർ സജസ്റ്റഡ് ആസ് ഫോളോസ്. സസ്റ്റൈനബിൾ വാട്ടർ യൂട്ടിലൈസേഷനുള്ള മെഷേഴ്സ് ആണ് ഇനി പറയുന്നത്. നമുക്ക് ആ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡൊമസ്റ്റിക് വാട്ടർ കൺസംഷൻ ഷുഡ് ബി റിസ്ട്രിക്റ്റഡ് ടു എ മിനിമം. ഇറ്റ് മീൻസ് ദാറ്റ് ഡൊമസ്റ്റിക് വാട്ടർ കൺസംഷൻ, ഹൗസ് ഹോൾഡ് കൺസംഷൻ ഓഫ് വാട്ടർ മിനിമം ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണം. സെക്കൻഡ് വൺ ഇസ് ദ ഇറിഗേഷണൽ കനാൽസ് ഷുഡ് ബി ഡിസൈൻഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ് സച്ച് ദാറ്റ് ദർ ഇസ് എ മിനിമം സീപ്പേജ് ത്രൂ ദെയർ സൈഡ്സ് ആൻഡ് ബോട്ടം ആൻഡ് ഓൾസോ ദ എവാപ്പറേഷൻ ഇസ് മിനിമം ഫ്രം ദ ടോപ്പ്. അതായത് ഇറിഗേഷണൽ കനാൽസ് ഡിസൈൻ ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യേണ്ടത് മിനിമം സീപ്പേജ് മാത്രം ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം. ഇത്തരത്തിലൊരു മിനിമം നീരൊഴുക്ക് മാത്രം ആകത്തക്ക രീതിയിൽ ഈ ഇറിഗേഷൻ കനാൽസിൻ്റെ സൈഡ്സ് ബോട്ടമും ഡിസൈൻ ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യുകയും വേണം. അതുകൂടാതെ ഫ്രം ദ ടോപ്പ് എവാപ്പറേഷൻ മിനിമൈസ് ചെയ്യത്തക്ക രീതിയിൽ ഈ കനാൽസ് ഡിസൈൻ ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യുകയും വേണം. തേർഡ് വൺ ഇസ് ഇൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ദ ഔട്ട് ഗോയിങ് ഓർ വേസ്റ്റ് വാട്ടർ ഷുഡ് ബി റീസൈക്കിൾഡ് ടു യൂസ് ഇറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യുന്ന വാട്ടർ, ഔട്ട് ഗോയിങ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കണം. Fourth one is in production of vegetation, natural means of regeneration should be utilized instead of supplementing it by artificial means. This will save unnecessary waste of water. അതായത് വെജിറ്റേഷൻ്റെ പ്രൊഡക്ഷനിൽ, അതായത് പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യേണ്ടത് നാച്ചുറൽ മീൻസ് ഓഫ് റീജനറേഷൻ ആണ്, അല്ലാതെ ആർട്ടിഫിഷ്യൽ മീൻസ് യൂസ് ചെയ്തുകൊണ്ട് പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ഷൻ നടത്തുവാനായിട്ട് പാടില്ല. ആൻഡ് ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുമ്പോൾ, അതായത് റീജനറേഷൻ ത്രൂ നാച്ചുറൽ മീൻസ് ഫോളോ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ സേവ് അൺനെസസറി വേസ്റ്റ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ അൺനെസസറി വേസ്റ്റേജിനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഫിഫ്ത്ത് വൺ ഇസ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ ഷുഡ് ബി മെയിൻറ്റെയിൻ വിത്തിൻ ഡിസൈറബിൾ ലിമിറ്റ്സ് ബൈ അഡോപ്റ്റിംഗ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പൊല്യൂഷൻ ചെക്സ്. അതായത് വാട്ടർ പൊല്യൂഷനൊക്കെ സംഭവിക്കുന്ന കേസിൽ പൊല്യൂഷൻ ചെക്സ് വഴി വാട്ടറിൻ്റെ ക്വാളിറ്റി ഒരു ഡിസൈറബിൾ ലിമിറ്റ്സിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ സസ്റ്റൈനബിൾ വാട്ടർ യൂട്ടിലൈസേഷൻ എന്ന വാട്ടർ കൺസർവേഷൻ്റെ സെക്കൻഡ് സ്ട്രാറ്റജിയിൽ ഇത്രയും പോർഷൻസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി തേർഡ് സ്ട്രാറ്റജി കൂടിയുണ്ട്. ഇറ്റ് ഈസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഇറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ കമ്മിങ് lectures. Hope you all understand about sustainable water utilization. The balance portion of the topic water conservation will be discussed in the coming lectures. Thank you.